ഹലോ നമസ്കാരം, ഞാൻ അനൂപ്പാണ്. KeralaTechZone വേണ്ടി എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ പലവരും പല എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴും, അതായത് PSCക്ക് അല്ല പല എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോഴും ഒരു വലിയൊരു പ്രശ്നം വരുന്നതാണ് ഒരു ഇമേജിൻ്റെ സൈസ് എന്നുള്ളത്. ഇത് പല ഓൺലൈൻ എക്സാമിനും ഇപ്പോൾ എല്ലാ ആപ്ലിക്കേഷനും ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ പലപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ഇമേജസ് അതിൻ്റെ സൈസ് വളരെ ചെറുതായിട്ടാണ് അവർക്ക് അവരുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. സോ എനിക്ക് പല ഫ്രണ്ട്സ് എന്നോട് ചോദിക്കേണ്ടത് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇതായത് ക്വാളിറ്റി കുറയാതെ എങ്ങനെ അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ ഇന്ന് വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് വളരെ ഈസി ആയിട്ട് അതിൽ സോഫ്റ്റ്വെയറിനൊന്നും ആവശ്യമില്ലാതെ എങ്ങനെ ഒരു ഇമേജിൻ്റെ സൈസ് കുറയ്ക്കാവുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ. സോ ആദ്യമായിട്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് എനിക്ക് തോന്നുന്നത് പെയിൻറ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഫസ്റ്റ് തന്നെ നിങ്ങളൊരു ഇമേജ്, സപ്പോസ് ഞാൻ ഈ ഇമേജാണ് ഞാൻ റീസൈസ് ചെയ്യേണ്ടത്, എൻ്റെ സൈസ് കുറയ്ക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ ഫയൽ സൈസ് എത്രയാണ് നമുക്ക് നോക്കാം. 62 KB ആണ് ഈ ഫയൽ സൈസ്. എനിക്ക് മിക്കതിൻ്റെയും ഫയൽ സൈസ് 50 KB താഴെയൊക്കെ വേണ്ടതെന്നാണ് പറഞ്ഞാൽ 100 KB താഴെയാണ് ഒരു ഇമേജിൻ്റെ സൈസ് വേണ്ടതെന്നാണ് പലരും പറയുന്നത്. സപ്പോസ് പിന്നെ അത് പറയും ചിലർക്ക് ഇത്ര റിക്വയർഡ് ഡയമെൻഷനിൽ വേണം, 100 × 150, 150 200 അങ്ങനത്തെ റിക്വയർഡ് ഡയമെൻഷനിൽ വേണം. സോ വളരെ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് പറഞ്ഞാൽ പെയിൻ്റ് ആണ്. ഓപ്പൺ ചെയ്യുക, ഓപ്പൺ വിത്ത് പെയിൻറ് കൊടുക്കുക. പക്ഷെ ഞാൻ പറയുകയാണ്, പെയിൻറ് വഴി ഓൾമോസ്റ്റ് വലിയ സൈസുള്ള ഫയലൊന്നും നമുക്ക് സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടി വേറൊരു മെത്തേഡ് ഉണ്ട്, നമുക്ക് അടുത്തായിട്ട് നോക്കാവുന്നതാണ്. ഇതിൽ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ സൈസ് കുറയ്ക്കണമെങ്കിൽ തന്നെ റീസൈസ് ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്യുക. ശേഷം പെർസെൻറ്റ് മാറ്റിയിട്ട് പിക്സൽ സെലക്ട് ചെയ്യുക. പക്ഷെ നമുക്ക് എങ്ങനെയാണ് റിക്വയർഡ് ഡയമെൻഷൻ, അതായത് ആപ്ലിക്കേഷനിൽ എങ്ങനെയാണോ നമുക്ക് വേണ്ടത് അതേ രീതിയിൽ മാറ്റുക. ഇത് അൺടിക്ക് ചെയ്യുക. അവർ പറയാണ് 750 × 500 എന്ന ഓപ്ഷനാണ് വേണ്ടെങ്കിൽ അതുപോലെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ഓക്കെ അടിക്കുക. അപ്പോൾ ഇമേജ് അതിനനുസരിച്ച് റീഷേപ്പ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മൾ സേവ് ആസ് അടിച്ച് JPG ആയിട്ട് സേവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ ഫയലിൻ്റെ സൈസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ 45.4 KB ആയിട്ട് അതിൻ്റെ ഇമേജ് സൈസ് റെഡ്യൂസ് ചെയ്തതാണ്. അതിൻ്റെ പുതിയ ഇമേജ് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് ഡയമെൻഷനിലാണ് നമ്മൾ കൊടുത്തത് അതേ ഡയമെൻഷനിലായിരിക്കും. പക്ഷേ പെയിൻറ് എന്നുള്ളത് ഒരു വലിയ ലാർജ് സൈസ്, അത്യാവശ്യം സൈസുള്ള ഫോട്ടോസ് നമുക്ക് കംപ്രസ് ചെയ്യാൻ ഇത് പറ്റില്ല. നമുക്ക് റീഷേപ്പ് ചെയ്യാം, മീൻസ് റിക്വയർഡ് ഡയമെൻഷനിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, പക്ഷേ അതിൻ്റെ സൈസ് അധികം കുറയ്ക്കാനില്ല. സോ അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാൻ ശേഷം ഫസ്റ്റ് സൈറ്റാണ് reduceimages.com എന്നുള്ളത്. അല്ലെങ്കിൽ വേറെ ഒരു ഓപ്ഷൻ എന്നുള്ളതാണ് PicResize.com. എനിക്ക് തോന്നുന്നത് PicResize.com ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നണം. എന്തുകൊണ്ടാണ് ഞാൻ പറയാം. ആദ്യമായിട്ട് ഇവിടെ ബ്രൗസ് ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്യുക. ശേഷം ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഇമേജ് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാൻ സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇമേജ് കാണാൻ പറ്റും. അതിനുശേഷമാണ് കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. റീസൈസ് യുവർ പിക്ചർ എന്നുള്ളത്. ഇങ്ങനെ മേക്ക് മൈ പിക്ചർ, അതിലെങ്ങനെയാണെന്ന് അറിയാം. നമ്മൾ കസ്റ്റം സൈസ് കൊടുക്കുക. നിങ്ങൾ ഏതാണ് വിഡ്ത്ത് എത്ര വേണ്ടത്, ഹൈറ്റ് എത്ര കൊടുക്കുക നമ്മൾ കൊടുക്കുക. അതിനുശേഷം എഫക്ട്സ് ഒന്നും നമുക്ക് ആവശ്യമില്ല. അതിനുശേഷം സേവ് ഏത് ഫോർമാറ്റാണ് അത് സെലക്ട് ചെയ്യുക. ക്വാളിറ്റി ഏറ്റവും ബെറ്റർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതാണ് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് മാക്സിമം എത്രയാണ് വേണ്ടത്. സപ്പോസ് ഒരു ലിമിറ്റ് ഉണ്ടാവും, ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും ലിമിറ്റ് ഉണ്ടാവും 150 to 200 എന്നുള്ളത്. സപ്പോസ് 100 ആണെങ്കിൽ 100 അടിക്കുക, 50 or 50 അടിക്കുക. ശേഷം ഡൺ സൈസ് മതി ഇമേജ് അടിക്കുക. ഒരു ഇമേജ് വാസ് സക്സസ്ഫുൾ. സേവ് ടു ഡിസ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കുറയാതെ അതിൻ്റെ സൈസ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സി 25.8 KB ആയിട്ട് എൻ്റെ ഫയൽ സൈസ് റെഡ്യൂസ് ചെയ്തതായിട്ട് കാണാവുന്നതാണ്. സോ എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ എക്സാമിന് ആപ്ലിക്കേഷനോ അതിനായിട്ട് യൂസ്ഫുൾ ചെയ്യാനായിട്ട് പറ്റും എനിക്ക് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസിനും നിർദ്ദേശങ്ങൾക്കും ഞാൻ സപ്പോർട്ട് ചെയ്യാൻ കൂടി ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. So thank you so much guys for watching this video. I am your Anoop. I am signing off.